ഞങ്ങൾ എപ്പോഴും ഇരുട്ടിലാണ്. 5 വർഷം കൂടുമ്പോൾ ചിലർ ഇവിടേക്ക് വോട്ട് തേടിയെത്തും. ഞങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം നൽകും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരെയും കാണാതെയാകും. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിലുള്ള ഖടിമാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന നന്ദ്രം ജമുന്ദറിന്റെ വാക്കുകളാണിത്. ഈ 48-കാരൻ തന്റെ ഗ്രാമത്തിൽ ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല. കാലങ്ങളായി രാഷ്ട്രീയ നേതാക്കളാൽ അവഗണിക്കപ്പെട്ട ഖടിമാൽ ഗ്രാമത്തിൽ ഇതുവരെ കുടിവെള്ളമോ വൈദ്യുതിയോ ഇല്ല. പലരും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഗ്രാമത്തിലെത്തി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഖടിമാൽ ഗ്രാമവാസികൾ ഒരു തീരുമാനമെടുത്തു. ഗ്രാമത്തിലുള്ളവർ ആരും തന്നെ വോട്ട് ചെയ്യില്ല. ഒരു ഗ്രാമം മുഴുവനായി തിരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചു. ചിക്കൽധാര താലൂക്കിലുള്ള ഈ ഗ്രാമത്തിൽ 2011 സെൻസസ് പ്രകാരം 198 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും പട്ടികവർഗക്കാരാണ്. കൂടുതൽ പേരും ആശ്രയിക്കുന്നത് കൃഷിയെയും. 2019 ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയം വംശനാശ ഭീഷണി നേരിടുന്ന ഭാഷയായി കണ്ടെത്തിയ കോർക്കു ഭാഷ സംസാരിക്കുന്ന കോർക്കു വർഗക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴായി വാഗ്ദാനങ്ങളായി വന്നു പോവുക മാത്രമാണ് ഇവിടെ ഉണ്ടായത്. ഖടിമാലിലെ അവസ്ഥ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. 10 മുതൽ 15 കിലോമീറ്റർ വരെ സഞ്ചരിച്ചാണ് ഗ്രാമത്തിലെ ജനങ്ങൾ വെള്ളമെടുക്കുന്നത്. സ്ത്രീകളാണ് കൂടുതലായും വെള്ളമെടുക്കാനായി പോകുന്നത്. പുലർച്ചെ 3 മണിക്ക് വെള്ളമെടുക്കാനുള്ള നടത്തത്തോടെയാണ് ഖടിമാലിലെ സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. 3 കിലോമീറ്റർ അകലെയുള്ള നവൽഗാവിൽ നിന്ന് വെള്ളമെത്തിക്കാൻ സംസ്ഥാന സർക്കാർ പ്രദേശത്ത് പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ വേനൽക്കാലമായതോടെ പൈപ്പിൽ നിന്നും വെള്ളം വരാതെയായി. കിണറിലെ വെള്ളം കുടിക്കാൻ കഴിയുന്നതല്ല. പലപ്പോഴും ബ്രൗൺ നിറത്തിലുള്ള വെള്ളമാണ് തങ്ങൾ കുടിച്ചിരുന്നതെന്നും അതുകാരണം വയറിളക്കം, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ തുടർച്ചയായി പിടിപെട്ടിരുന്നുവെന്നും ഗ്രാമവാസികൾ പറയുന്നു. മാറ്റം പ്രതീക്ഷിച്ച് 50 വർഷത്തോളം ഞങ്ങൾ വോട്ട് ചെയ്തു. എന്നാൽ ഞങ്ങൾ വിഡ്ഢികളായിരുന്നു. 8 വയസ്സുള്ള തന്റെ മകനെ 100 കിലോമീറ്റർ അകലെയുള്ള ബോർഡിംഗ് സ്കൂളിൽ അയക്കേണ്ടി വന്നതിന്റെ കാരണത്തെക്കുറിച്ച് ഗ്രാമവാസിയായ ദിനേശ് ബൽക്കർ പറയുന്നു. ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ ഉണ്ടെങ്കിൽ പോലും സഞ്ചാരയോഗ്യമായ റോഡോ ഗതാഗത സൗകര്യമോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായ അധ്യാപകരുമില്ല. ട്രാൻസ്പോർട്ട് ബസ്സുകൾ എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി പല രാഷ്ട്രീയ നേതാക്കളും ഇവിടെ എത്താറുണ്ട്. എന്നാൽ അത് വെറും വാഗ്ദാനം മാത്രമാണെന്ന് ഖടിമാലിലെ നിലവിലെ അവസ്ഥയിൽ നിന്നും വ്യക്തമാണ്. റോഡും വെള്ളവും വൈദ്യുതിയും ലഭിക്കുന്നത് വരെ ഇനി ഗ്രാമത്തിലുള്ളവരാരും വോട്ട് ചെയ്യില്ലെന്നും വർഷങ്ങളായി തങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ ഇനി ഗ്രാമത്തിലേക്ക് വരാൻ അനുവദിക്കില്ലെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഖടിമാലിലെ ജനങ്ങൾ. ഖടിമാൽ പോലുള്ള ഗ്രാമങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അധികാരം മാത്രം മോഹിച്ച് അധികാരത്തിലേറുന്നവർ മനഃപൂർവ്വം അവഗണിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അതിലൊരു ഉദാഹരണം മാത്രമാണ് ഖടിമാൽ ഗ്രാമം.